ഹായ് ഫ്രണ്ട്സ്, ക്ലാസിക് കേരള PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC കഴിഞ്ഞ ദിവസം നടത്തിയ LDC സ്പെഷ്യൽ എക്സാമിലെ ഇംഗ്ലീഷ് മലയാളം ഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, റീറൈറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് സോ ദാറ്റ്. അപ്പോൾ സോ ദാറ്റ് ഉപയോഗിച്ച് സെൻറ്റൻസ് റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ജേം ഈസ് ടു സ്മോൾ ടു ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ TOO ഇല്ലേ, അവിടെ നമ്മൾ എന്ത് എഴുതണം? സോ എഴുതണം. അതിനുശേഷമുള്ള ടുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ ദാറ്റ് എഴുതി ചേർക്കണം. അതിനുശേഷമുള്ള ബാക്കി സെൻറ്റൻസ് നെഗറ്റീവ് ഫോമിലാണ് വരേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ സോ ദാറ്റ് ഉപയോഗിച്ച് സെൻറ്റൻസ് എഴുതി ചേർക്കുന്നത്. അപ്പോൾ TOO എന്ന ഭാഗത്ത് എന്ത് എഴുതി ചേർക്കണം? സോയും TOയുടെ ഭാഗത്ത് നമ്മൾ ദാറ്റും എഴുതി ചേർക്കണം. അതിനുശേഷമുള്ള ഭാഗം നെഗറ്റീവ് ഫോമിൽ വേണം എഴുതാൻ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എയിലും ബിയിലും സിയിലും സോ ദാറ്റ് ചേർത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നെഗറ്റീവ് വരുന്ന ഭാഗങ്ങൾ നോക്കാം. ഓപ്ഷൻ എയിൽ എന്താണ്? നെഗറ്റീവ് ചേർത്തിട്ടില്ല. ബിയിലും സിയിലും നെഗറ്റീവ് ഭാഗമുണ്ട്. കെനോട്ടും ഉണ്ട്, കുഡ് നോട്ടും ഉണ്ട്. അപ്പോൾ ബി അല്ലെങ്കിൽ സി ആണ് ഉത്തരം. നോക്കാം. ഇസ് എന്താണ്? പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്താണ്? കുഡ് നോട്ട് വരില്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വേർഡ് ഇക്വലൻറ്റ് ടു എ ഫീലിംഗ് ഓഫ് ഷൈനസ് ഓർ എംബാരസ്മെൻറ്റ് ദാറ്റ് സ്റ്റോപ്സ് യു ഫ്രം ഡൂയിങ് ഓർ സേയിങ് വാട്ട് യു റിയലി വാണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് നാണം കാരണം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഉള്ള ഒരു ഫീലിങ്ങിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ഇൻഹിബിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ, ഇൻഹിബിഷൻ. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഇൻ ദ ഗിവൺ ബിലോ സെൻറ്റൻസ്. നെയ്തർ ഓഫ് ദം ഡാഷ് മീ. നമ്മൾ ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയർ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞ ഒരു പോയിൻ്റാണിത്. നമുക്ക് നോക്കാം. വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ് വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം സിംഗുലർ വെർബ് വേണം ചേർക്കാൻ. അതായത് വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ് വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം നമ്മൾ ഏത് വെർബാണ് ചേർക്കേണ്ടത്? സിംഗുലർ വെർബാണ് ചേർക്കേണ്ടത്. നമ്മുടെ ഓപ്ഷനിൽ സിംഗുലർ വെർബ് ഏതാണ്? ഓപ്ഷൻ ഡി, ലവ്സ് ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അലാസ് മൈ അങ്കിൾ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് ഹി സെഡ്. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലെ ഒരു ചോദ്യമാണ്. ഇവിടെ ചോദ്യത്തിൽ എന്തുണ്ട്? മെറ്റ് ഉണ്ട്. മെറ്റ് V2 ഫോമാണ്. V2 ഫോമിന് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ എന്തിലോട്ട് മാറ്റണം? ഹാഡ് പ്ലസ് V3 ആക്കി മാറ്റണം. അപ്പം ഹാഡ് മെറ്റ് എന്നാണ് എഴുതേണ്ടത്. ഹാഡ് മെറ്റ് വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ഓപ്ഷൻ എയും ബിയും സിയിലും ഹാഡ് മെറ്റ് ഉണ്ട്. ഇവിടെ അലാസ് ഉണ്ട്. അലാസ് എന്ന് പറഞ്ഞാൽ വിഷമിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? ഹീ ക്രൈഡ് ഔട്ട് എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത്. അപ്പം ഹീ ക്രൈഡ് ഔട്ടും ഹാഡ് മെറ്റും വരുന്ന ഒരു ഓപ്ഷനാണുള്ളത്, ഓപ്ഷൻ ബി. അപ്പം നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു സൂപ്പർലേറ്റീവ് ഡിഗ്രി. ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ എനിത്തിങ് എൽസ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലോട്ട് നമ്മൾ മാറ്റുമ്പോൾ ഫാസ്റ്റിനെ നമ്മൾ എന്ത് ഫോമിലോട്ടാക്കും? ഫാസ്റ്റസ്റ്റ് എന്ന ഫോമിലോട്ടാക്കി വേണം എഴുതാൻ. ഇവിടെ ഫാസ്റ്റസ്റ്റ് വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും. പക്ഷേ ഓപ്ഷൻ ബിയിൽ ഫാസ്റ്റസ്റ്റ് ദാൻ എന്നാണ് കിടക്കുന്നത്. അങ്ങനെ ഒരു പ്രയോഗം തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി. ഓഫ് ഓൾ തിങ്സ് ഇൻ ദ വേൾഡ് ലൈറ്റ് ട്രാവൽസ് ദി ഫാസ്റ്റസ്റ്റ്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രയോഗം. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഗിവൺ ബിലോ. ദ ബർഗ്ലർ ജംപ്ഡ് ഡാഷ് ദി കോമ്പൗണ്ട് വാൾ. അപ്പോൾ ഈ കള്ളൻ എന്താണ്? കോമ്പൗണ്ട് വാളിൻ്റെ മുകളിലൂടെ ചാടി എന്നാണ്. അപ്പോൾ മുകളിലൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓവർ വേണം ചേർക്കാൻ. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി, ഓവറാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഇഡിയം ടൈ യുവർ സെൽഫ് ഇൻ നോട്ട്സ്. ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ തന്നെ സ്വയം കൺഫ്യൂസ്ഡ് ആവുന്ന അവസ്ഥയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി, ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈയിങ് ടു എക്സ്പ്ലെയിൻ സംതിങ് ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ്. ഓൺ ഡാഷ് വേ വി സോ ഡാഷ് വൺ ഐഡ് ബെഗർ. ഓൺ വേ എന്ന് പറയുമ്പോഴത്തേക്ക് വഴി, അതൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു പ്രയോഗമാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ വേണം ചേർക്കാൻ. അപ്പോൾ ഓൺ ദ വേ എന്നാണ് എഴുതേണ്ടത്. വി സോ ഡാഷ്
വൺ ഐഡ് ബെഗർ. വണ്ണിനെ നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? വായാണ് ആദ്യം വരുന്ന വാക്ക്. അതെന്താണ്? ഒരു വ്യഞ്ജനാക്ഷരമാണ്. വ്യഞ്ജനാക്ഷരങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഏത് ആർട്ടിക്കിളാണ് ചേർക്കേണ്ടത്? എ വേണം ചേർക്കണം. അപ്പോൾ എ വൺ ഐഡ് ബെഗർ എന്ന് വേണം എഴുതാൻ. അപ്പോൾ നമ്മുടെ ഉത്തരം എങ്ങനെയാണ്? ഓൺ ദ വേ വി സോ എ വൺ ഐഡ് ബെഗർ. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് ദ അബ്രിവേഷൻ ഗിവൺ ബിലോ? AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി മെറിഡിയം എന്നാണ് പറയുന്നത്. ആൻറ്റി മെറിഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച 12 മണിക്ക് മുമ്പ്. മിഡ് ഡേ എന്ന് പറഞ്ഞാൽ 12 മണിയാണ് കേട്ടോ. അപ്പോൾ ബിഫോർ മിഡ് ഡേ. അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആൻറ്റി മെറിഡിയം ബിഫോർ മിഡ് ഡേ. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ സിനോണിം ഫോർ ദ വേർഡ് ഫ്യൂഡ്. ഫ്യൂഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ക്വാറൽ എന്നാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി, ക്വാറൽ. നമുക്കിനി മലയാളം ഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം. മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദം അല്ലാത്തത് ഏത്? മാവിൻ്റെ പര്യായം അല്ലാത്തത് ഓപ്ഷൻ ബി, വരകമാണ്. അപ്പോൾ മാവിൻ്റെ പര്യായം ഏതൊക്കെയാണ്? ചൂതം, ആമ്രം, രസാലം. ചൂതം, ആമ്രം, രസാലം മാവിൻ്റെ പര്യായങ്ങളാണ്. അടുത്ത ചോദ്യം, ശരിയായ പദം കണ്ടെത്തുക. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി, കവയിത്രിയാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എഴുതുക. വിദ്വാനോടൊപ്പം വിദുഷി എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി, വിദുഷി. അടുത്ത ചോദ്യം, അശ്വത്ഥം എന്ന പദത്തിന് സമാന അർത്ഥമായി വരുന്ന പദം ഏത്? അശ്വത്ഥം എന്നാൽ അരയാൽ എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ, അരയാൽ. അടുത്ത ചോദ്യം, ഒറ്റപ്പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം. അറിയാനുള്ള ആഗ്രഹത്തെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ജിജ്ഞാസ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, വിപരീത ശബ്ദം എഴുതുക. സ്വകീയം. സ്വകീയത്തിൻ്റെ ഓപ്പോസിറ്റ് പരകീയമാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, പരകീയം. അടുത്ത ചോദ്യം, പിരിച്ചെഴുതുക. പടക്കളം. പടക്കളം നമ്മൾ എങ്ങനെ പിരിച്ചെഴുതും? പട അധികം കളം എന്നാണ് എഴുതുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി, പട അധികം കളം. അടുത്ത ചോദ്യം, ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥമേത്? ഓലപ്പാമ്പ് കാട്ടുക എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക എന്നാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി, ഭീഷണിപ്പെടുത്തുക. അടുത്ത ചോദ്യം, ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റും ഗത്യന്തരമില്ലാതെയും ഒരുമിച്ച് വരില്ല. ഏതെങ്കിലും ഒന്ന് വന്നാൽ മതി. അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി, ഗത്യന്തരമില്ലാതെ ആയപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു എന്നതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ചേർത്തെഴുതുക. നൽ അധികം നൂൽ. നല്ലധികം നൂല് നമ്മൾ നന്നൂൽ എന്നാണ് എഴുതുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ, നന്നൂൽ. താങ്ക് യു.